بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. ولله ما في السماوات وما في الأرض يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണയുടെ വിശാലത കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് ഖബറിന്റെ ലോകത്ത് വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ അതിലെ 128 മുതൽ 132 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തെ ഭാഗം, ഈ ആയത്ത് ഇറങ്ങാനുള്ളൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഉഹദിന്റെ ദിവസം അഥവാ ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവുപറ്റി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, കൈഫ യഫ്ലഹു ഖൗമുൻ ശദ്ദു നബിയഹു, എങ്ങനെയാണ് ഒരു ജനത വിജയിക്കുന്നത്? അവരവരുടെ നബിയെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, അവരവരുടെ നബിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ജനത എങ്ങനെയാണ് വിജയിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് കേട്ടതായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിയുടെ അവസാനത്തെ റക്അത്തിൽ റുക്കൂഇൽ നിന്ന് തല ഉയർത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ലാഹുമ്മ ലഅൻ ഫുലാനൻ വ ഫുലാനൻ വ ഫുലാനൻ, അല്ലാഹുവേ, ഇന്ന വ്യക്തിക്ക്, ഇന്നയാൾക്ക്, ഇന്നയാളെ നീ പരീക്ഷിക്കണമേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു
ഹല്ലലത്ത് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സാലിം ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഞാൻ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേടായിട്ട് ദുആ ചെയ്തു, യദഉ അലാ സഫ്വാൻ ബിൻ ഉമയ്യ വ സുഹൈൽ ബിൻ അംർ വൽ ഹാരിസ് ബിൻ ഹിഷാം. ഉഹദിലെ ഏറ്റവും ഇസ്ലാമിന്റെ ശത്രുക്കളായി നിന്നിരുന്ന ആളുകൾ സഫ്വാൻ ബിൻ ഉമയ്യ, സുഹൈൽ ബിൻ അംർ, ഹാരിസ് ബിൻ ഹിഷാം, ഇവർ 3 പേർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു എന്ന് ഒരു സഹാബി കേട്ടതായി പറയുകയാണ്. അപ്പൊ 3 വ്യത്യസ്തമായ സംഭവമാണ് നമ്മൾ കേട്ടത്. സംഭവത്തിന്റെ പശ്ചാത്തലമെല്ലാം ഒന്ന് തന്നെയാണ്. ഉഹദിന്റെ രണാങ്കണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ മുറിവുപറ്റി രക്തം ധാരധാരയായി ഒഴുകി, ഒരു പല്ല് ഷഹീദായി. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തരത്തിൽ സഹാബാക്കളിൽ നിന്ന് കേട്ട ആളുകൾ 3 തരത്തിലുള്ള സംഭവമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, ലൈസ ലക മിനൽ അംരി ശൈ. ഓ നബിയെ, തീരുമാനം എടുക്കുന്നതിൽ താങ്കൾക്കൊരു പങ്കുമില്ല. അത് ഉഹദാകട്ടെ, ബദറാകട്ടെ, ഖന്തക്കാകട്ടെ, ഏത് രണഭൂമിയാകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു വിധമായ പങ്കുമില്ല. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യതൂബ അലൈഹിം, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും, ഔ യുഅദ്ദിബഹും, അല്ലെങ്കിൽ അല്ലാഹു അവരെ കഠിനമായിട്ട് ശിക്ഷിക്കും. കാരണം ഫഇന്നഹും ളാലിമൂൻ, അവർ അക്രമികളാണ്. മുസ്ലിമീങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു, സഹാബത്തിനെ വധിച്ചു, ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകന്റെ ശരീരത്തിൽ അവർ മുറിവേൽപ്പിച്ചു. ഇക്കാരണത്താൽ അവർ അക്രമികൾ തന്നെയാണ്. പക്ഷേ ആ അക്രമികൾക്ക് അള്ളാഹു ഒരുപക്ഷെ പുറത്തു കൊടുക്കും, അള്ളാഹു അല്ലെങ്കിൽ കഠിനമായിട്ട് ശിക്ഷിക്കും. അതിനുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ആകാശ ഭൂമികളിലുള്ള സകലതിന്റെയും ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തീരുമാന അധികാരം എടുക്കാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹു യഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. എന്തിനു പുറത്തു കൊടുത്തു എന്ന് ചോദിക്കാൻ ഭൂമി ലോകത്തിൽ ആർക്കും അവകാശമില്ല, ആർക്കും അവകാശമില്ല. എന്തിനു പുറത്തു കൊടുത്തില്ല എന്ന് ചോദിക്കാനും ആർക്കും അവകാശമില്ല. കാരണം വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. ഇത് രണ്ടും അള്ളാഹുവിന്റെ മശീയത്തിൽപ്പെട്ട കാര്യമാണ്. പടച്ചവന്റെ മശീയത്തിൽപ്പെട്ട ഉദ്ദേശത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ അടിമകൾക്ക് കൈകടത്താൻ അവകാശമില്ല. അള്ളാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കാം, അള്ളാഹു അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിച്ചേക്കാം. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. ഇത് ഉഹദുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ് ഈ 2 ആയത്ത്. ഇനി മറ്റൊരു വിഷയം പറയുന്നത്, നമ്മൾ എപ്പോഴും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് പലിശയെ പറ്റിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തഅകുലു റിബ അദ്ആഫൻ മുളാഅഫ, ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ പലിശ തിന്നരുത്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. വത്തഖുൻ നാറല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നരകത്തെയും നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ. വാതിഉല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹയെ വഴിപ്പെടണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, അല്ലാഹുവിന്റെ ദിവ്യ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അല്ലാഹുവിനെ അനുസരിക്കുകയും അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുകയും നിങ്ങൾ ചെയ്യുക. നോക്കൂ, നിങ്ങൾ ആ കാലഘട്ടത്തിൽ അഥവാ മക്ക കാലഘട്ടത്തിൽ
മക്കയിലും മദീനയിലുമായി പലിശയുടെ ആരംഭ കാലഘട്ടത്തിൽ ഇരട്ടിയായി വാങ്ങിച്ച് പലിശയുടെ മുതൽ ഭക്ഷിക്കുമായിരുന്നു. നമ്മളിന്ന് കൂട്ടുപലിശ എന്നൊക്കെ പറയുമല്ലോ. കടം വാങ്ങിച്ചു, പലിശ വ്യവസ്ഥയിലാണ് കടം വാങ്ങിച്ചത്. മാസമായപ്പോ പലിശ അടയ്ക്കാൻ കഴിഞ്ഞില്ല. അടുത്ത മാസമാകുമ്പോ ഈ പലിശയും കൂടി മുതലിന്റെ കത്ത് ചേരും, പലിശയും കൂടി ചേർക്കും. അതിനാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മാസങ്ങളും അടവ് തിരിച്ചു കൊടുക്കുന്നത് താമസിക്കുന്തോറും പലിശയുടെ എണ്ണം കൂടി വരും. ഇരട്ടിയായി വരും. അങ്ങനെ പലിശയുടെ മുതൽ തിന്നുക. ആളുകൾ ഒരുപക്ഷെ അതിന് സമ്മതിച്ചു തന്നേക്കാം, ആളുകൾ ഒരുപക്ഷെ അത് ഗൗനിക്കാതിരുന്നേക്കാം. പക്ഷെ അള്ളാഹ് പറയുകയാണ് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹയെ സൂക്ഷിക്കണേ. ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ പലിശയെ സൂക്ഷിക്കുക, പലിശയെ അകറ്റി മാറ്റി നിർത്തുക. അള്ളാഹു ഇത്രമേൽ വെറുക്കപ്പെട്ട ഒരു ഹറാമായ ഒരു കാര്യം വേറെയില്ല. ഇത്രമേൽ വെറുക്കപ്പെട്ട ഒരു കാര്യം, ഇത്രമേൽ വെറുക്കപ്പെട്ട കാര്യം. ആ കാര്യമാണ് ഈ കാലഘട്ടത്തിന്റെ നടുവിൽ പല ഹീലത്തുകളും പല തന്ത്രങ്ങളും ആളുകൾ പറഞ്ഞിട്ട് അതിനെ വെളുപ്പിച്ചെടുക്കുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത്, വൈറ്റ് മണി ആക്കുക എന്ന് പറയുന്നത്. ഇതേപോലെ അതുപോലെ ആളുകൾ പറഞ്ഞു പലിശയുടെ ഗൗരവത്തിന് കുറച്ചു കളഞ്ഞു. പലിശയുടെ ഗൗരവത്തെ കുറച്ചു കളഞ്ഞു. ഇന്ന് പലിശയുമായി ബന്ധപ്പെടുത്താത്ത ഏത് കാര്യമാണുള്ളത്, ഏത് ആളുകളാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ സൂക്ഷ്മശാലികളാണ്. അള്ളാഹ് പറയാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം നിങ്ങൾക്കും അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കരാറാണ്, ഒരു ഉടമ്പടിയാണത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾ വിജയികളായേക്കാം. കൂടി വരുന്നുണ്ട്. ഞാൻ സത്യനിഷേധികൾക്ക് വേണ്ടിയാണ് നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, നിങ്ങൾ അതിൽ പോയി പെട്ടുപോകരുത് കേട്ടോ. ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സത്യനിഷേധികളാണ്, എന്നെ നിഷേധിച്ചവരെയാണ്, ആഖിറത്തിനെ നിഷേധിച്ചവരെയാണ്, പ്രവാചകരെ തള്ളിപ്പറഞ്ഞവരെയാണ്, ഖുർആനിനെ കൈയൊഴിഞ്ഞവരെയാണ്. അത്തരത്തിലുള്ള സത്യനിഷേധികൾക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് നരകം. കാഫിരിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ. പലിശയിലൂടെ അത് തിന്ന്, അത് തീറ്റിപ്പിച്ച്, മക്കളെ തീറ്റിപ്പിച്ച്, ഭാര്യയെ തീറ്റിപ്പിച്ച്, ആരൊക്കെ വരുന്നു അവരെല്ലാരെയും തീറ്റിപ്പിച്ചിട്ട് നിങ്ങൾ നരകത്തിൽ പോകാൻ വേണ്ടി നിൽക്കല്ലേ. അള്ളാഹയെ വഴിപ്പെടണേ. അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണേ. നമ്മുടെ നായകൻ പറഞ്ഞത് കേൾക്കണേ. ലഅല്ലക്കും തുർഹമൂൻ. എന്നിട്ട് പറഞ്ഞു നിർത്തിയത് എങ്ങനെയാ? ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ ദിവ്യ കാരുണ്യം നിങ്ങൾക്ക് കിട്ടിയേക്കാം. അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ കാരുണ്യവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ കേട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടായപ്പോ, ഉമ്മത്തിന് വല്ലാത്ത വിഷമസന്ധി എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെയുടെ മനമുരുകുകയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ വേണ്ടിയുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. നബിയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങ് തീരുമാനമെടുക്കാൻ വരട്ടെ. അങ്ങക്ക് തീരുമാനമെടുക്കാൻ അതിനകത്ത് ആ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നവൻ, പടച്ചവനാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഒരാളുടെ മുഖത്ത് നോക്കി നിനക്കല്ല പുറത്തു തരൂല എന്ന് പറയരുത്. നിന്റെ പാപമൊന്നും പൊറുക്കത്തില്ല, നീ എത്ര വലിയ പാപം ചെയ്തവനാണ്. നിനക്കല്ല പുറത്തു തരൂല, നിന്നെ അല്ല ശിക്ഷിക്കും, നിന്നെ പിടിച്ച് നരകത്തിലിടും എന്നൊന്നും ഒരു അടിമയെ നോക്കി, ഒരു അബദിനെ നോക്കി നമുക്ക് പറയാൻ കഴിയില്ല, പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു അത്തരത്തിൽ വിലക്ക് നൽകുകയുണ്ടായി. കാരണം അള്ളാഹുവിന്റെ മശീയത്തിൽപ്പെട്ട കാര്യമാണ്. പുറത്തു കൊടുക്കണമോ പുറത്തു കൊടുക്കണ്ടായോ, രക്ഷപ്പെടുത്തണ്ടായോ, നരകത്തിൽ കിടത്തണോ സ്വർഗത്തിൽ കിടത്തണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾക്കാർക്കുമില്ല, പ്രവാചകന്മാർക്കുമില്ല. ആ തീരുമാനം, അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനാണ് അതിന്റെ ആധിപത്യം. പടച്ചവൻ തീരുമാനിക്കുന്നു ആരെ ശിക്ഷിക്കണം, ആർക്ക് പുറത്തു കൊടുക്കണം, ആരെ രക്ഷപ്പെടുത്തണം. ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത് ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉത്ബോധനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രബോധനം നടത്തുക എന്നുള്ളത് മാത്രമുള്ള ഉത്തരവാദിത്വമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലിശയുടെ അടുത്ത് പോലും പോകരുത്, അതിന്റെ പൊടി പോലും ഏൽക്കാൻ നമ്മൾ നിന്നുകൊടുക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ വെറുതാവിലായി പോകും, നഷ്ടത്തിലായി പോകും, വെള്ളത്തിൽ വരച്ച വരയായി പോകും. വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളൊക്കെ നാളെ ആഖിറത്തിൽ ചെല്ലുക. ഞാൻ എത്ര നിസ്കരിച്ചതാണ്, ഞാൻ എത്ര നോമ്പെടുത്തതാണ്, ഞാൻ എത്ര ഹജ്ജ് ചെയ്താണ്, എത്ര ദാനധർമ്മം ചെയ്താണ്, എത്ര സാധുക്കളായ ആളുകളെ ഞാൻ സഹായിച്ചതാണ്. ഈ ഒരു വലിയൊരു പ്രതീക്ഷ, നന്മയുടെ പ്രതീക്ഷയുമായിട്ട് അവിടെ ചെല്ലുക. പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെ ഒന്നും കാണുകയില്ല, ശൂന്യമായി കിടക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് വെറുത്ത സഹാബാക്കൾ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളഞ്ഞ ആ വൃത്തികെട്ട ആ സാമ്പത്തിക വ്യവസ്ഥിതി നമുക്ക് വേണ്ട എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും നമ്മൾ തീരുമാനിക്കുകയും ചെയ്താൽ മറ്റൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക്, ഹലാലിന്റെ വഴി അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് തുറന്നിട്ട് തരും. മറ്റതിനേക്കാളും ഇരട്ടിയായി അല്ലാഹുവിന്റെ ഗൈബിയായ അദൃശ്യമായ സഹായം തീർച്ചയായും നമ്മളിലേക്ക് ഉണ്ടാകും. അതിനാണ് മുഅ്മിനീങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം أو يعذبهم فإنهم ظالمون ولله ما في السماوات وما في الأرض يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون.